ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 4 മണി പലഹാരമായിട്ടാണ്. ചായക്കൊപ്പമൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല കറുമുറുവായിട്ടുള്ള ഒരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടുന്നത് 3-4 ചേരുവകൾ മാത്രമായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതും നമ്മളിതൊന്നും ഓവനിൽ വെച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല ഉണ്ടാക്കുന്നത്, വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് കാണാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഗോതമ്പ് പൊടിക്ക് ഇച്ചിരി തവിടൊക്കെ ഉള്ളതുകൊണ്ട് ഞാനൊരു അരിപ്പയിലാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചേർക്കുന്നത് 1/4 കപ്പോളം ഉള്ള കടലമാവ്, അതും കൂടെ ചേർക്കണം. പക്ഷെ അത് ഓപ്ഷണലാണ്, വേണം എന്നുണ്ടെങ്കിൽ മാത്രം. ചിലവർക്ക് കടലമാവിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, അങ്ങനെയുള്ളവർ ചേർക്കണ്ട. അല്ലാത്തവർ ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്താൽ മതി. ഈ കടലമാവും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയുണ്ട്, നല്ലൊരു സോഫ്റ്റ്നെസ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കടലമാവ് ചേർത്തത്. ഞാൻ പറഞ്ഞല്ലോ, തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. ഇനി ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഞാൻ അരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ കടലമാവിലാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തരികളുണ്ടാവും. അപ്പോൾ ഇതാ ഞാനിവിടെ അരിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇച്ചിരി തവിടൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് അരിച്ചത്. ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് 4 മുതൽ 4 5 നുള്ള് ഉപ്പ് ചേർക്കണം. ഒത്തിരി ഉപ്പാവരുത്. ഈ പറഞ്ഞ കണക്കിന് 4 to 5 അത്രയും. അത് ചിലപ്പോൾ ഉപ്പ് ഇച്ചിരി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 5 നുള്ള് വരെ ആവാം. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇതിനകത്തോട്ട് നമുക്ക് ഏലക്ക, നിങ്ങൾക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ഒരു ഏലക്ക ഒന്ന് കുരു ചതച്ചിട്ടൊന്ന് അല്ലെങ്കിൽ പൊടിച്ചിട്ട് ചേർക്കുക. പിന്നെ ചേർക്കുന്നത് പഞ്ചസാര നമ്മൾ തരികളോട് കൂടിയല്ല ചേർക്കുന്നത്. നമ്മളൊന്ന് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് 5 ടീസ്പൂണാണ് ചേർക്കുന്നത് കേട്ടോ. 5 to 6 ടീസ്പൂണോളമുള്ള പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അപ്പം മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ ഈ 6 ടീസ്പൂൺ തന്നെ ധാരാളമാണ് കേട്ടോ. ഇതിനേക്കാളും കൂടുതൽ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒത്തിരി മധുരമായി പോവും. അപ്പോൾ 5 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു മധുരമാണ്. ഇനി നമുക്ക് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ആദ്യം ഇവിടെ 1/4 കപ്പ് നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് കൂടുതൽ ചേർക്കാം. അപ്പോൾ ഈ ഒരു 1/4 കപ്പ് നെയ്യ് ചേർത്തിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഇതൊരു ചപ്പാത്തി മാവിൻ്റെ കണക്കിനൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ആ ഒരു പരുവം കിട്ടുന്നത് വരെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വരാത്തത് കൊണ്ട് ഞാൻ 1/4 കപ്പ് എടുത്തിട്ടില്ല. അതിൻ്റെ തൊട്ട് താഴെ ഉള്ള ഒരു അളവിൽ ഞാൻ അല്പം കൂടെ നെയ്യ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെയ്യ്ക്ക് പകരം ബട്ടർ ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേതെങ്കിലുമൊക്കെ വെച്ച് ചെയ്യാം. പക്ഷേ നെയ്യാണ് ഇച്ചിരി കൂടെ, ഇതൊരു നെയ്യോ അല്ലെങ്കിൽ ബട്ടറാണോ ഇച്ചിരി കൂടെ രുചി കൂടുതൽ. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ആ ഒരു ചപ്പാത്തി മാവിൻ്റെ കൺസിസ്റ്റൻസിയിലോട്ട് കൊണ്ടുവരണം. അങ്ങനെ മാവ് ഇവിടെ റെഡിയായി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് തന്നെ വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നുമില്ല. ഞാൻ എത്രത്തോളം സോഫ്റ്റാണെന്നുള്ളതൊന്ന് തൊട്ട് കാണിക്കാം. കണ്ടോ, നല്ല പഞ്ഞി പോലത്തെ സോഫ്റ്റ്നെസ്സാണ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്കിത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിലോട്ട് ഇതൊന്ന് ഉരുട്ടി മാറ്റി വയ്ക്കണം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, എന്ത് ഷേപ്പിൽ വേണം എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു സ്ക്വയർ ഷേപ്പിൽ, പിന്നെ അല്പം ഡിസൈൻ, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് ഡിസൈൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്യാൻ ഓവനിൽ ബേക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിന്നിപ്പോൾ അല്ലാതെ ഒരു പാത്രത്തിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതൊരു നോർമൽ നമ്മൾ കറിയൊക്കെ കൂട്ടാനായിട്ട് വയ്ക്കുന്ന ഒരു ഗ്ലാസിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ അല്പം ഈ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഫോയിൽ പേപ്പർ വെച്ച് കൊടുക്കാം. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ അല്പം പൊടി, മൈദയുടെ പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഒന്ന് അതിൻ്റെ ആ ഒരു പ്ലേറ്റിൽ അല്പം വെതറിയിട്ട് ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു നമ്മൾ റെഡിയാക്കി വെക്കാൻ പോകുന്ന ഈ ഒരു ബിസ്ക്കറ്റ് അതിൻ്റെ മേലെ വെച്ച് കൊടുത്താലും മതി. പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അല്പം ഒരു ചെറിയൊരു ഉണ്ട എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഷേപ്പിലോട്ട്, സ്ക്വയർ ഷേപ്പിലോട്ട് ഞാനിതൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി വേറെ ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കറക്റ്റ് ഒരു സ്ക്വയർ ഷേപ്പ് കിട്ടാനായിട്ട് ഒരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ 4 അരിവും ഞാനിതുപോലെ ഒന്ന് ഒപ്പാവാൻ വേണ്ടിയിട്ട് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വരഞ്ഞിട്ടുള്ള ഷേപ്പാണ്. അത് ഈ കത്തിയുടെ ഒരു അറ്റം വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്നില്ലെങ്കിൽ ഒത്തിരി ആഴത്തിൽ വേണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വരഞ്ഞാലും മാത്രം മതി ഒരു ഡിസൈൻ. അതിപ്പോൾ ഇങ്ങനെ ഡയഗനലിയോ അല്ലെങ്കിൽ നീളത്തിലോ ചെരിഞ്ഞോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിൽ അല്പം എണ്ണയോ നെയ്യോ ഒന്ന് തടവിയിട്ട് ഈ ഒരു ബിസ്ക്കറ്റ് ഒന്ന് നമ്മൾ പരത്തിയെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാതൊക്കെ കിട്ടും കേട്ടോ. ഞാനപ്പോൾ നെയ്യൊന്ന് അല്പം പുരട്ടി കൊടുത്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം ഞാൻ ആദ്യത്തെ ഒരു ബാച്ച്, ഞാൻ 2 ബാച്ചായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാൻ കാണിക്കാം.
അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ ഈ ഒരു കുട്ടി പാത്രത്തിൽ വെക്കാനുള്ള ബിസ്ക്കറ്റ് ഇവിടെ റെഡിയാണ്. ഞാനിപ്പോൾ 7 ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു കൊച്ചു പണിയും കൂടിയുണ്ട്. വളരെ അല്പം പാല്, ഇത് ഓപ്ഷണലാണ്, വേണം എന്നൊന്നുമില്ല. നമുക്കൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു ബ്രഷ് എടുത്ത് അല്പം തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാല് ഒന്ന് ഇതിൻ്റെ മേലെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പം നമുക്കൊരു നല്ലൊരു ഗോൾഡൻ കളറൊക്കെ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ തരികളോട് കൂടിയുള്ള ഒരു പഞ്ചസാര, ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ തികച്ചും ഓപ്ഷണലാണ്, ഇതൊന്നും വേണമെന്നില്ല. നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാമെന്ന് മാത്രം. ഇതൊക്കെ ജസ്റ്റ് ഒരു ഡെക്കറേഷനും പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഫോട്ടോയ്ക്കൊക്കെ ഒരു ഭംഗി കിട്ടാനും വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര എല്ലാ ബിസ്ക്കറ്റിൻ്റെ മേലിൽ നിന്ന് ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അല്പം നട്ട്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ പിസ്തയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാഷ്യൂനട്ടോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഡ്രൈ നട്ട്സൊക്കെ എടുക്കാവുന്നതാണ്. അപ്പം ഞാൻ എല്ലാത്തിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കും ചെയ്യണം കേട്ടോ, അതൊന്ന് ഒട്ടി ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടെ എല്ലാം റെഡിയാണ്. ഇനി ഇതെങ്ങനെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം, ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രം തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ അടുപ്പത്ത് വെച്ച് 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഇതിനകത്തോട്ടാണ് ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ ഇറക്കി വെക്കുന്നത്. അപ്പോൾ ഞാനിത് ചൂട് കാണിച്ചു എന്ന് മാത്രം കേട്ടോ, അതാണ് അല്പം വെള്ളം തെളിച്ച് കാണിച്ചത്, പാത്രത്തിന് നല്ല ചൂടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു കൂട്ട് അല്ലെങ്കിൽ ഈ ബിസ്ക്കറ്റ് നമുക്കിതിനകത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് 25 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ ഒരു ബേക്കിംഗ് ടൈം. അപ്പം ഞാൻ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്, എങ്കിലാണ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ഞാനൊന്ന് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു നിറമൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഒരു ബ്രൗൺ ഒക്കെ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഇത് പക്ഷേ കറക്റ്റ് ആയിട്ടില്ല. തൊട്ട് നോക്കിയപ്പോൾ ഇച്ചിരി സോഫ്റ്റ് ആയിട്ടാണ് ഇനി ഇരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് നോക്കാം. 15 മിനിറ്റും കൂടെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് അത് ഇരിക്കുന്നത്. അപ്പോൾ ഇച്ചിരി ഞാൻ അല്പം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ മാറിപ്പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഇച്ചിരി അങ്ങ് ഒരു 1-2 ബിസ്ക്കറ്റിന് നിറം കൂടിപ്പോയി. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. നമ്മൾ അടച്ചു വെക്കുന്ന മൂടികയുടെ ഇപ്പം നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ മൂടികയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു ഓട്ട കാണാൻ പറ്റും. അപ്പോൾ അതും നിങ്ങളൊന്ന് ഒരു പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ടോ അതൊന്ന് മൂടി വെച്ചേക്കണം കേട്ടോ, അതും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ചെറിയ ബിസ്ക്കറ്റ് ഇതുപോലെ ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ബിസ്ക്കറ്റ് ചൂടാറിയതിന് ശേഷം, മുഴുവനായിട്ടും ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമുക്ക് എടുക്കാൻ പാടുള്ളൂ. ഇപ്പം നിങ്ങൾ ആ ചൂടോടുകൂടെ കയ്യിലൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും സോഫ്റ്റായിട്ടേ തോന്നത്തുള്ളൂ. അതാണ് ഈ ബിസ്ക്കറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ചൂടാറട്ടെ, എന്നിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. നല്ല കറുമുറിയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റാണ്. നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റിൻ്റെ ഒക്കെ ഒരു സോഫ്റ്റ്, പുറമേ നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. ഒത്തിരി ഹാർഡൊന്നും അല്ല കേട്ടോ, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ ആണെങ്കിൽ ഒട്ട് പിടിച്ചിട്ടില്ല. അത് നമ്മൾ ആ ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ മാക്സിമം വെക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ ആ പൊട്ടി ബിസ്ക്കറ്റിൽ നിന്നൊന്ന് പൊട്ടിക്കാം കേട്ടോ. കണ്ടോ, ഇത് നമ്മുടെ റസ്ക്കൊക്കെ കഴിക്കില്ലേ ആ ഒരു ഇതുപോലെയാണ് ഇരിക്കുന്നത്. നല്ല സ്വാദാണ്. നെയ്യ് തന്നെ ചേർക്കണം പറ്റുവാണെന്നുണ്ടെങ്കിൽ. ആ നെയ്യുടെ സ്വാദാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബട്ടറും ചേർക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് സെർവിങ് പ്ലേറ്റിനകത്തോട്ടൊന്ന് മാറ്റി വയ്ക്കണം. ഇതിപ്പോൾ ഗോതമ്പ് പൊടിയും നെയ്യും പഞ്ചസാരയും ഉണ്ടെങ്കിൽ നമുക്ക് നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കാം. ഇതിനകത്ത് വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വളരെ ഹെൽത്തിയാണ്. ഇതിനകത്ത് ആ നെയ്യ് ഒന്ന് ചേർക്കണമെന്ന് മാത്രം. അപ്പോൾ അത് നെയ്യും ഈ പറഞ്ഞ ഒത്തിരി ദോഷമൊന്നുമല്ല. നമ്മൾ 1-2 ബിസ്ക്കറ്റൊക്കെ അല്ലേ കഴിക്കത്തുള്ളൂ. ഇതാ നോക്കിക്കുക, നല്ല ക്രിസ്പിയാണ് താനും ബിസ്ക്കറ്റ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നുള്ള അഭിപ്രായം അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.